വിഷ്ണു ഭഗവാൻ തന്റെ വാസസ്ഥലമായി തെരഞ്ഞെടുത്ത വൈകുണ്ഠത്തിലെ 2 ദ്വാരപാലകരിൽ ഒരാളായ ജയന്റെ പുനർജന്മമാണ് ഹിരണ്യകശിപു. 4 മുനികുമാരന്മാരാൽ ശപിക്കപ്പെട്ടതിന് ശേഷം തന്റെ സഹോദരനായ വിജയനോടൊപ്പം 7 തവണ വിഷ്ണു ഭക്തനാകാതെ 3 തവണ വിഷ്ണുവിന്റെ ശത്രുവായി ജനിക്കാൻ ജയൻ തീരുമാനിച്ചു. സഹോദരനായ ഹിരണ്യാക്ഷൻ വരാഹത്തിന്റെ കൈകളാൽ വധിക്കപ്പെട്ടു. ഇതിന് പ്രതികാരം ചെയ്യാൻ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്തു. തന്റെ ഗൃഹത്തിനകത്തോ പുറത്തോ, പകലോ രാത്രിയോ, ഭൂമിയിലോ ആകാശത്തിലോ, മനുഷ്യ മൃഗദേവ അസുരരാലോ ബ്രഹ്മാവിൽ നിന്നുള്ള സൃഷ്ടിയാലോ ആയുധം കൊണ്ടോ വധിക്കപ്പെടരുത്. ത്രിലോകങ്ങളുടെ ഭരണവും ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് വരം നൽകി മറഞ്ഞു. സ്വർഗത്തിലെ ഇന്ദ്രന്റെ സിംഹാസനം കീഴടക്കി. ത്രിമൂർത്തികൾ ഒഴികെയുള്ള ജീവജാലങ്ങളെയെല്ലാം തന്റെ അധീനതയിൽ കൊണ്ടുവന്നു. ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദൻ തന്റെ ബാല്യം ചെലവഴിച്ചത് നാരദന്റെ ആശ്രമത്തിലായിരുന്നതിനാൽ വിഷ്ണു ഭക്തനായി വളർന്നു. തന്റെ ശത്രുവിനോടുള്ള മകന്റെ അചഞ്ചലമായ ഭക്തിയിൽ ഹിരണ്യകശിപുവിന് കോപമുണ്ടായി. ശുക്രാചാര്യർ ഉൾപ്പെടുന്ന വിവിധ ആചാര്യന്മാരുടെ കീഴിൽ മകനെ പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തന്റെ മകൻ മരിക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. പാമ്പുകൾ, വിഷം, ആനകൾ, തീ, യോദ്ധാക്കൾ എന്നിവരെ പ്രഹ്ലാദനെ കൊല്ലാൻ നിയോഗിച്ചു. ഓരോ ശ്രമത്തിലും വിഷ്ണുവിനോടുള്ള പ്രാർത്ഥന പ്രഹ്ലാദന്റെ രക്ഷയ്ക്കെത്തി. രാജകുമാരനെ വീണ്ടും പഠിപ്പിക്കാൻ രാജപുരോഹിതന്മാർ ശ്രമിച്ചപ്പോൾ പ്രഹ്ലാദൻ മറ്റു വിദ്യാർത്ഥികളെ വൈഷ്ണവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. കുട്ടിയെ കൊല്ലാൻ പുരോഹിതന്മാർ ഒരു ത്രിശൂലം സൃഷ്ടിച്ചു. പക്ഷേ അത് അവരുടെ മരണത്തിന് കാരണമായി തീർന്നു. അതിനുശേഷം പ്രഹ്ലാദൻ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ശംബരാസുരൻ, വായു എന്നിവരും പ്രഹ്ലാദനെ കൊലപ്പെടുത്തുക എന്ന ഉദ്യമത്തിൽ പരാജിതരായി. അസുരൻ തന്റെ മകനെ പാമ്പുകളുടെ കുരുക്കിൽ കെട്ടി സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അവനെ തകർക്കുവാൻ പർവ്വതങ്ങളെ ഇറക്കി. പ്രഹ്ലാദൻ പരുക്കേൽക്കാതെ നിന്നു. നിരാശനായ